പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പള്ളിയിൽ ജമാഅത്ത് നമസ്കാരം നടക്കുന്ന സമയത്ത് 4 റക്അത്തുള്ള നമസ്കാരത്തിൽ ഇമാമിൻ്റെ കൂടെ അവസാന റക്അത്തിലാണ് ചേരുന്നതെങ്കിൽ ഇമാമിൻ്റെ കൂടെ തശഹുദിൽ ഇരിക്കണോ? ഇരിക്കുകയാണെങ്കിൽ ബാക്കി 3 റക്അത്തിലുള്ള തശഹുദ് എങ്ങനെ ചെയ്യണം എന്ന് വിശദീകരിക്കണം എന്നാണ് സഹോദരി ആവശ്യപ്പെടുന്നത്. ജമാഅത്തായി പള്ളിയിൽ നമസ്കാരം നടന്നുകൊണ്ടിരിക്കെ ഒരാൾ നമസ്കാരത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇമാമിന് ഏതൊരവസ്ഥയിലാണോ എത്തി നിൽക്കുന്നത് കണ്ടത്, ആ അവസ്ഥയിൽ ഇമാമിനെ തുടരുകയാണ് വേണ്ടത്. അത്തരത്തിലുള്ള ഹദീസുകൾ സഹിഹായി വന്നതായി കൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അവസാനത്തെ റക്അത്തിലെ തശഹുദിലാണ് ഇമാം ഇരിക്കുന്നത് എങ്കിൽ പിന്നീട് ബാക്കി വരുന്ന റക്അത്തുകൾ സലാമിന് ശേഷം നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ 2ാമത്തെ റക്അത്തും 4ാമത്തെ റക്അത്തും വരുന്ന റക്അത്തുകളിലാണ് നമ്മൾ തശഹുദിന് ഇരിക്കേണ്ടത്. അവിടെ 3 റക്അത്തുള്ള നമസ്കാരമാണ് ഇമാം നിർവഹിക്കുന്നത് എങ്കിൽ, അഥവാ മഗ്രിബ് നമസ്കാരത്തിലാണ് ഇമാം ഉള്ളത് എങ്കിൽ, മഗ്രിബ് നമസ്കാരത്തിലെ അവസാനത്തിലെ അത്തഹിയാത്തിൽ തശഹുദിലാണ് ഇമാമിനെ നമുക്ക് ലഭിച്ചത് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സലാം വീട്ടിക്കഴിഞ്ഞാൽ 1ാമത്തെ റക്അത്താണ് നാം നിർവഹിക്കുന്നത്. ആ റക്അത്തിൽ നമ്മൾ അത്തഹിയാത്തിന് ഇരിക്കേണ്ടതില്ല. അതേ സമയത്ത് നമ്മുടെ 2ാമത്തെ റക്അത്തിലാണ് നാം തശഹുദിന് വേണ്ടി ഇരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് 1ാമത്തെ തശഹുദിൻ്റെ ഇരുത്തമാണ്. ശേഷം 3ാമത്തെ റക്അത്തിലേക്ക് ഉയരുന്നു, സാധാരണ പോലെ നമസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത്. അതേ സമയത്ത് 2ാമത്തെ റക്അത്തിൽ, മഗ്രിബ് നമസ്കാരത്തിലെ 2ാമത്തെ റക്അത്തിലെ തശഹുദിലാണ് ഇമാമിനെ നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ ഒരർത്ഥത്തിൽ 4 തശഹുദുകൾ വരെ ആ നമസ്കാരത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇമാമിൻ്റെ 2ാമത്തെ തശഹുദിലുള്ള ഇരുത്തം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാമിൻ്റെ റുക്കൂവിന് ശേഷമാണ് ഇമാമിനെ തുടർന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ റക്അത്ത് ലഭ്യമല്ല. പക്ഷെ നമുക്കൊരു തശഹുദ് ലഭിച്ചിട്ടുണ്ട്. 2ാമത്തെ റക്അത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാമിൻ്റെ 3ാമത്തെ റക്അത്ത് 1ാമത്തെ റക്അത്താണ്. അതിൽ ഇമാമിൻ്റെ അവസാനത്തെ റക്അത്തായതുകൊണ്ട് തശഹുദിലിരുന്നു. നമ്മൾ ഇമാമിനെ ജുഇലൽ ഇമാമു ലി യുത്തമ്മ ബിഹി, ഇമാമിനെ പിന്തുടരുവാൻ വേണ്ടിയാണ് ഇമാം നിശ്ചയിക്കപ്പെട്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇമാമിനെ പിന്തുടരുകയും ഇമാമിൻ്റെ അവസാന റക്അത്തിലെ തശഹുദിൽ നാം ഇരിക്കുകയും ചെയ്യുന്നു ഇമാമിൻ്റെ കൂടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം 1ാമത്തെ റക്അത്തിലാണ് നാം തശഹുദിലിരുന്നത്. വീണ്ടും നമ്മൾ നമ്മുടെ 2ാമത്തെയും 3ാമത്തെയും റക്അത്തുകൾ വീട്ടുവാൻ വേണ്ടി എണീറ്റ് നിൽക്കുകയും 2ാമത്തെ റക്അത്തിലും നമുക്ക് തശഹുദുണ്ട്, 3ാമത്തെ റക്അത്തിലും നാം തശഹുദിൽ ഇരിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ 4 വരെ തശഹുദുകൾ നമുക്ക് മഗ്രിബ് നമസ്കാരത്തിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് ഇമാമിന് ഏതൊരവസ്ഥയിലാണോ നമുക്ക് ലഭിച്ചത് ആ അവസ്ഥയിൽ തന്നെ ഇമാമിനെ പിന്തുടരുകയാണ് വേണ്ടത്. നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് 3ാമത്തെ റക്അത്തിൽ അഥവാ മഗ്രിബ് നമസ്കാരം പോലെയുള്ള നമസ്കാരമാണെങ്കിൽ 2ലും 3ലുമാണ് നാം അത്തഹിയാത്തിനിരിക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇമാം ഇരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇമാമിൻ്റെ കൂടെ തുടരുകയാണ് വേണ്ടത്. 4 റക്അത്തുകൾ ഉള്ളതാണ് എങ്കിൽ നമ്മുടെ 2ാമത്തെ റക്അത്തിലും 4ാമത്തെ റക്അത്തിലും തന്നെയാണ് നാം ഓരോരുത്തരും അത്തഹിയാത്തിനിരിക്കേണ്ടതും. അതോടൊപ്പം തന്നെ ഇമാം ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം ഇമാമിനെ തുടരുന്നു എന്നതുകൊണ്ട് തന്നെ ഇമാമിൻ്റെ കൂടെ അത്തഹിയാത്തിൽ തശഹുദിൽ ഇരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം ബിസ്സവാബ്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.